തൃക്കാക്കര ഓണം മൂടിൽ. തൃപ്പൂണിത്തുറ അത്തം നഗറിൽ നിന്ന് തൃപ്പൂണിത്തുറ നഗരസഭ അധ്യക്ഷ അത്തപ്പതാക തൃക്കാക്കരയിലെത്തിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസും തൃക്കാക്കര നഗരസഭ അധ്യക്ഷ രാധാമണി പിള്ളയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പതാക തൃക്കാക്കര അമ്പലത്തിലെത്തിച്ചു. കളമശ്ശേരി നഗരസഭ അധ്യക്ഷയും അമ്പലം ഭാരവാഹികളും ചേർന്ന് പതാക സ്വീകരിച്ചു. പൂജാകർമ്മങ്ങൾക്ക് ശേഷം കാക്കനാട് ജംഗ്ഷനിൽ പതാക ഉയർത്തി. അങ്ങനെ തൃക്കാക്കര നഗരസഭയുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. അപ്പൊ എല്ലാ ആളുകളും ഒരേപോലെ എന്നുള്ള ഒരു വിശ്വാസത്തിലും സന്ദേശത്തിലുമാണ് നമ്മൾ പണ്ട് മുതൽ ഓണം ആഘോഷിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് അത്തപതാകയുമായി ഇവിടെ തൃക്കാക്കരയിലേക്ക് കൈമാറുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിൽ വലിയ ഒരു മെസ്സേജ് തന്നെയാണ്. നമ്മൾ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മഹാബലി ചക്രവർത്തിയുടെ നല്ല നാളുകൾ, അത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒന്നും വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഒരുപോലെ മനുഷ്യൻ എന്ന രീതിയിൽ ഓണം ആഘോഷിച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ഓണം നമ്മൾക്ക് സമ്മാനിക്കുന്നത്. ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ മലയാളിയും അവരിവിടെയാണെങ്കിലും അല്ലെ ഏത് മറുനാടൻ പ്രദേശങ്ങളിലാണെങ്കിലും അവരെല്ലാവരും ഓണം എന്നുള്ള ചടങ്ങ് വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നുണ്ട്. ഇതിന് കാരണം തന്നെ ഇതിനൊരു ഐക്യത്തിൻ്റെ, ഒരു സമത്വത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ ഒക്കെ നാളുകളാണ് നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഞാൻ വലിയൊരു അപകടത്തിൽപ്പെട്ട് കടന്നു വന്നയാളാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്നുള്ളയാള് നാളെ ഉണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുമാറ് ആണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. അത്തരം രീതിയിൽ നമ്മൾ അതൊന്നുമേ കുറിച്ചൊന്നും ആലോചിക്കുകയേ വേണ്ട. ഈ സ്ഥാനമാനങ്ങളൊക്കെ മാറും. പക്ഷെ ഓണം എന്നും കേരളത്തിന്റെ മലയാളിയുടെയൊക്കെ തനതായ ഒരു ആഘോഷമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കും. അടുത്ത തലമുറയ്ക്ക് കൂടി ഇതിന്റെ ഒരു സന്ദേശം എല്ലാവർക്കും കൈമാറിക്കൊണ്ട് വേണം നമ്മൾ കടന്നു പോകാൻ. ഇപ്പൊ ഞങ്ങളുടെ ഓണം 1.5 മാസം മുന്നേ തുടങ്ങി. അതിന്റെ തുടർച്ചയിൽ അത്തം ഘോഷയാത്ര നടന്നു. അതിനുശേഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അത്തം നഗറിൽ തൃപ്പൂണിത്തുറയിലെ മുതിർന്ന രാജകുടുംബാംഗത്തിൽ നിന്നും അത്തത്തലേന്നാൾ ഏറ്റുവാങ്ങിയ പതാക അത്തം നഗറിൽ ഉയർത്തിയതോടുകൂടിയാണ് നമ്മുടെ അത്താഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവിടെ ഉയർത്തിയ പതാക ഉത്രാടൻ നാളിൽ അവിടെ നിന്നും ഘോഷയാത്രയോടുകൂടി ഇവിടെ എത്തി തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന് കൈമാറുന്നതോടുകൂടി തൃപ്പൂണിത്തുറയുടെ ഓണാഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുകയായി. ഇനി ഓരോരുത്തർക്കും അവരവരുടെ വീടുകളിലെ ഓണമാണ്. തുടർന്ന് തൃക്കാക്കരയിൽ ഓണാഘോഷം തുടങ്ങുകയാണ്.
8-ാം തീയതി കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ കുടുംബശ്രീയുടെ വിവിധ കലാപരിപാടികൾ നടക്കും. 9-ാം തീയതി സാംസ്കാരിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനത്തോടെയും സമാപിക്കും. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.